നമ്മളെ പരിപാടികൾ പോവുകയാണെങ്കിൽ പിശാച് എന്ത് ചെയ്യും? അല്ലത് യുവസ്വിസ് ഫീ സുദൂരിന്നാസ്. നമ്മളെ പരിപാടി വിജയിപ്പിക്കാൻ പാടില്ലല്ലോ. മനസ്സിലിങ്ങനെ മന്ത്രിക്കും, പോകണ്ടാടാ പോകണ്ട, എനിക്ക് ഇന്ന് കല്യാണത്തിന് പോകാല്ലേ, ഇപ്പം തന്നെ പോയാൽ വൈകും, അപ്പോൾ ഇത് തൽക്കാലം അങ്ങോട്ട് പോയി, ഇങ്ങനെ പഴപ്പിക്കും നമ്മളെ പിശാച്. മറ്റോലെ പരിപാടി വെച്ചാൽ ആ മഹലിലത്തെ ആൾക്കാരിൽ അപ്പുറത്തെ മഹലോടെ നമ്മൾ വിജയിപ്പിക്കൽ ആവശ്യമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയാണ്, അപ്പുറത്തെ ആൾക്കാരും വരും. കാരണം വെച്ചാൽ പിശാച് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. കാരണം അത് വിജയിപ്പിക്കൽ പിശാചിൻ്റെ ലക്ഷ്യമാണ്. നാട്ടിൽ ഒരു ദിവസം വന്നു, തബ്ലീഗ് ജമാഅത്തിൻ്റെ ക്ലാസ്സൊക്കെ പള്ളിയിൽ വെച്ചു. പള്ളിയിൽ സമ്മതിക്കൂലൊക്കെ പറയുമ്പോൾ റോട്ടിൽ ഇറങ്ങിയാണ്ട് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി പുറത്ത് ക്ലാസ്സൊക്കെ കൊടുത്ത് പതുക്കെ കേട്ടപ്പോൾ നല്ല ക്ലാസ്സാണ്, ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബാംഗ്ലൂർക്ക് ജമാഅത്ത് പോകുന്നിട്ട് കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുസ്തകമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന അബ്ദുറഹ്മാൻ ഇരുവറ്റിയുടെ പുസ്തകം KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 112 അവർ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആമുഖമൊന്നും പറയുന്നില്ല. വളരെ അർത്ഥവത്തായ 2 ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അതും കേരളത്തിൽ നമുക്ക് ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രമുഖരായ 2 മഹാത്മാക്കളുടെ ക്ലാസ്സുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏതാനും ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് ഇസ്ലാമിൻ്റെ ഒറിജിനൽ രൂപം എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. കേരളത്തിൽ തുടക്കം മുതൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം ഈ ആദർശം ഇവിടെ അഭംഗുരം നിലനിന്നു പോന്നു എന്നത് അവിതർക്കിതമായ സത്യമാണ്. അതിൽ വിള്ളലുകൾ വീഴ്ത്താനും വ്യത്യസ്തമായ ചിന്താഗതികൾ പ്രസരിപ്പിക്കാനും തുടങ്ങിയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് ശക്തമായി ചെറുത്തു നിന്നു എന്നതും സത്യമാണ്. ആ ചെറുത്തു നിൽപ്പ് തുടരുന്നു. അതിന് 100 വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് നാം നിലവിലുള്ളത്. നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെറുത്തു നിന്ന, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധമായ ആദർശത്തെ മലിനമാക്കാൻ വേണ്ടി പ്രതിയോഗികൾ കൊണ്ടുവന്ന ബിദ്അഈ ചിന്തകളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന്, ഷിർക്കുമായി ബന്ധപ്പെട്ട ആരോപണം. 2, ബിദ്അത്തുമായി ബന്ധപ്പെട്ട ആരോപണം. ഈ 2 തരം ആരോപണങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ നമ്മുടെ ഏത് ബിദ്അഈ പ്രസ്ഥാനങ്ങളായിരുന്നാലും ഉന്നയിച്ച സുപ്രധാനമായ ആരോപണങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ തവസ്സുൽ ഷിർക്കാണ്, ഇസ്തിഗാസ ഷിർക്കാണ്, ബറക്കത്തെടുക്കൽ ഷിർക്കാണ്, നാരിയത്തു സ്വലാത്ത് ഷിർക്കാണ്, മാല മൗലിദുകൾ ഷിർക്കാണ്, മന്ത്രം ഷിർക്കാണ്, നൂല് ഷിർക്കാണ്, ഉറുക്ക് ഷിർക്കാണ്, പിഞ്ഞാണം എഴുതി കൊടുക്കൽ ഷിർക്കാണ്, കുത്തുബിയ്യത്ത് ഓതൽ ഷിർക്ക്. ഇങ്ങനെ ആ ഷിർക്കിൻ്റെ നീണ്ട പരമ്പര. മറ്റൊരു ഭാഗത്ത് ബിദ്അഈ ആരോപണങ്ങൾ. നബിദിനം ബിദ്അത്താണ്, റാത്തീബ് ബിദ്അത്താണ്, കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണ്, മരിച്ചെടുത്ത് ഖുർആൻ ഓതൽ ബിദ്അത്താണ്, 7-40 ആണ്ട് കഴിക്കൽ ബിദ്അത്താണ്, സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യൽ ബിദ്അത്താണ്, നിസ്കാരത്തിൽ റുക്കൂഇൽ സുബ്ഹാനല്ലാഹി വബിഹൽ അലീം എന്ന് പറഞ്ഞിട്ട് വബിഹംദിഹി കൂട്ടിച്ചേർക്കൽ ബിദ്അത്താണ്, സുജൂദിൽ സുബ്ഹാനല്ലാഹി എന്ന് ലാസ്റ്റ് വബിഹംദിഹി കൂട്ടിച്ചേർക്കൽ ബിദ്അത്താണ്, കുനൂത്ത് ബിദ്അത്താണ്, വെള്ളിയാഴ്ച രാവിലെ 100 സ്വലാത്ത് അല്ലെങ്കിൽ 4444 നാരി സ്വലാത്ത്, എണ്ണ നിശ്ചയ സ്വലാത്തിൽ ബിദ്അത്താണ് എന്ന് തുടങ്ങി ബിദ്അത്തുകളുടെ ഒരു നീണ്ട പരമ്പരകൾ നമ്മുടെ പേരിൽ ആരോപിക്കുന്നു. ഇത് 2ൻ്റെയും ഒരു നിജസ്ഥിതി നമുക്ക് ഹ്രസ്വമായി വിശകലനം ചെയ്യാം. എല്ലാവരും പണ്ഡിതന്മാരായതുകൊണ്ട് ചെറിയ ചെറിയ സൂചനകൾ മതിയാകും. ഷിർക്ക് അടിസ്ഥാനം എന്താണ്? ഷിർക്ക് എന്നതുമായി ബന്ധപ്പെട്ട് അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ബഹുമാനനായ MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മാറ്റമില്ലാത്ത ഈ അഖീദയിൽ ഒരു പുതിയ ചിന്ത കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മുടെ പേരിൽ ഷിർക്ക് ആരോപിക്കുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഇബാദത്ത് അർപ്പിക്കലാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ വചനം, കലിമത്ത് തൗഹീദ്. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. ഷിർക്ക് എന്നാലോ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരു വസ്തുവുണ്ട്, അല്ലെങ്കിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ദേവതയുണ്ട്, അല്ലെങ്കിൽ ദേവതകളുണ്ട് എന്ന വിശ്വാസം. അപ്പോൾ അള്ളാഹു ഒഴികെ ഉള്ളവർക്കുള്ള ഇബാദത്താണ് ഷിർക്ക്. അപ്പോൾ ഇബാദത്ത് എന്നതിന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ സ്വഹാബത്ത്, താബിഈങ്ങൾ മുതൽ കഴിഞ്ഞ നീണ്ട 13 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചു പോന്ന യഥാർത്ഥ വിശദീകരണം അട്ടിമറി നടത്തിക്കൊണ്ടാണ് ഈ ഷിർക്ക് ആരോപിക്കാനുള്ള ബേസ്മെൻറ്റ്, തറ അവരുണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇഅ്തിഖാദു ശൈഇ തഅലീമു ശൈഇ അലാ ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബി എന്ന് പറയുന്ന ഒരു പുതിയ അർത്ഥം. യഥാർത്ഥത്തിൽ ഇബാദത്തിൻ്റെ അർത്ഥം അഖ്സാ ഗായത്തുൽ ഖുദൂഉ വത്തദൽ, പരമമായ താഴ്മ എന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. പരമമായ താഴ്മ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പരമമായ താഴ്മയുണ്ടാവുക എന്ന് ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിൻ്റെ ഭാവമാണ് താഴ്മ എന്നത്, പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനമല്ല. നമുക്കൊരു വസ്തുവിനോട് നമുക്ക് താഴ്മയുണ്ട്. ഇപ്പോൾ ഇവിടെ MT ഉസ്താദ് വന്നു, ഉസ്താദിന് താഴ്മയുണ്ടായി. അതിനു മുമ്പ് ബഹുമാൻ തങ്ങൾ ഉസ്താദ് ഉണ്ടായിരുന്നു, നമുക്ക് വലിയ താഴ്മയുണ്ടായിരുന്നു. മെമ്പർ കബറിങ്ങൽ മക്കാമിൽ ചെന്ന് നമുക്ക് താഴ്മയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കലും റൗളാ ശരീഫിൽ താഴ്മയുണ്ട്, വലിയ താഴ്മ കാണിക്കും. ഇതൊക്കെ ശരി, താഴ്മയാണ്. മനസ്സിൽ നിന്നാണ് ഈ താഴ്മ ഉടലെടുക്കുന്നത്. എന്നാൽ താഴ്മ, അങ്ങേയറ്റത്തെ താഴ്മ എന്ന് പറഞ്ഞാൽ അതിവിദൂരമായ താഴ്മയുടെ അങ്ങേയറ്റം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. അതെപ്പോഴാണ് ഉണ്ടാകുക? അതൊരു വസ്തുവിന്, നമ്മൾ ആ വസ്തുവിന് പരമമായി ആത്യന്തികമായി നമുക്കെന്തെങ്കിലും അനുഗ്രഹങ്ങളോ ആപത്തുകളോ വരുത്തി വെക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിൽ രൂഢമൂലമാകുമ്പോഴാണ് നമുക്ക് അങ്ങേയറ്റ താഴ്മ ഉണ്ടാവുക. മമ്പ്രതങ്ങളോട് നമുക്ക് വലിയ താഴ്മയുണ്ട്, തങ്ങൾ ഉസ്താദിനോട് വലിയ താഴ്മയുണ്ട്, നമ്മുടെ ഗുരുവരന്മാരോട് വലിയ താഴ്മയുണ്ട്. ആ താഴ്മയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ ഇബാദാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുന്ന കഴിവുകളുമല്ലാതെ അവർക്കൊന്നുമില്ല. തങ്ങൾ ഉസ്താദ് എന്നെ വെറുക്കണമെന്ന് ഉദ്ദേശിച്ചാലും അള്ളാഹു മനസ്സ് തിരിച്ചാക്കിയാൽ പെട്ടെന്ന് ശരിയാവും ചെയ്യും. തങ്ങൾ ഉസ്താദിൻ്റെ മനസ്സ് വളരെ പെട്ടെന്ന് ശരിയാവും എന്ന ഒരു ചിന്തയുടെ അപ്പുറത്ത് ഇതിനേക്കാളും വലിയൊരു ശക്തി ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിനപ്പുറത്ത് വേറല്ല. ആ പരമമായ അനുഗ്രഹത്തോടാണ്, ഇൻആമിൻ്റെ ഗായത്തിനോടാണ് ഈ അഖ്സാ ഗായത്തുൽ ഖുദൂഉ വത്തദല്ലിനെ മുഫസ്സിരീങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ പരമമായ താഴ്മ കാണിക്കലാണ് ഇബാദത്ത്. പരമമായ താഴ്മ എപ്പോഴാണ് ഉണ്ടാകുക? അത് മനസ്സിൻ്റെ ഭാവമാണ്. മനസ്സിലുള്ള വിശ്വാസം അനുസരിച്ചാണ്. പരമമായി നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയോടോ ശക്തിയോടോ കാണിക്കുന്ന താഴ്മയാണ്, വിനയമാണ് പരമമായ താഴ്മ. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് വിശ്വസിക്കാൻ കഴിയുക. നമ്മുടെ അഖീദ വളരെ ക്ലിയറാണ്. ഒരു ഇല അനക്കാൻ അല്ലെങ്കിൽ ഒരു ഇലയെ അടക്കാൻ അള്ളാഹു കഴിവ് തന്നാലല്ലാതെ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് മദ്രസയിലെ 5ാം ക്ലാസ്സിലെ അഖീദയിൽ പോലും. ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യുഹർരികു ശൈഅൻ ഔ യുസക്കിനുഹു ഫലാ യഖ്ദിറൂന അലൈഹി ഇല്ലാ ബിഇഖ്തിദാരിഹി തആല. ഒരു വസ്തുവിനെ ഇളക്കാൻ, അതിന് വസ്തുവിനെ നിശ്ചലമാക്കാൻ മനുഷ്യരും ജിന്നുകളും മലക്കുകളും ലോകം മുഴുവൻ തീരുമാനിച്ചു. എന്നാൽ അവർ കഴിയണമെങ്കിൽ ഇല്ലാ ബിഇഖ്തിദാരിഹി തആല, അള്ളാഹ് കഴിവ് കൊടുത്താൽ മാത്രമേ ഇത് അടങ്ങൂ, അല്ലെങ്കിൽ അനങ്ങൂ, അല്ലെങ്കിൽ കഴിയില്ല. എൻ്റെ വിരലെങ്കിലും ഉയർത്താൻ കഴിയണമെങ്കിൽ ഇപ്പം എനിക്ക് അള്ളാഹു കഴിവ് നൽകണം, ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പോൾ എല്ലാ കഴിവുകളും അള്ളാഹുവിന് മാത്രമെന്ന് വിശ്വസിക്കുമ്പോൾ, ആ അള്ളാഹുവിനെ നിയന്ത്രിക്കാൻ ലോകത്ത് മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുമ്പോൾ, ഈ അള്ളാഹുവിനോട് മുമ്പിൽ കാണിക്കുന്ന വിനയാദങ്ങൾക്ക് മാത്രമേ ഇബാദത്ത് എന്ന് പറയൂ. ഇതാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഉ വത്തദല്ലുൽ. അതാണ് ഇബാദത്തിൻ്റെ അർത്ഥം. ആ ഇബാദത്തിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അതാണല്ലോ പൂർവ്വകാലത്ത് ലോകത്തെ എക്കാലത്തും എല്ലാ മുഫസ്സിറും പഠിപ്പിച്ച അർത്ഥം. നമ്മൾ അമ്പിയാക്കളുടെ മുമ്പിലും ഔലിയാക്കളുടെ മുമ്പിലും ഗുരുവരന്മാരുടെ മുമ്പിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലും ആരുടെ മുമ്പിൽ താഴ്മ കാണിച്ചാലും വിനയം കാണിച്ചാലും എത്ര കരഞ്ഞാലും അത് ഇബാദത്താകുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു തവസ്സുലൊന്നും ഒരു കുഴപ്പമില്ല.
തബറുക്കിലൊരു പ്രശ്നമല്ല, ഇസ്തിഗാസയിലൊരു പ്രശ്നമല്ല. കാരണം അതൊക്കെ നമ്മൾ അവരോട് സഹായം ചോദിച്ചാലും അതിന് ബറക്കത്ത് കിട്ടുന്നത് അതൊക്കെ പ്രതീക്ഷിച്ചാലും അതിന് അപ്പുറത്ത് അള്ളാഹ് ഇത് കൊടുക്കുന്ന അള്ളാഹുണ്ട്. കാരണം ഇവിടെ എൻ്റെ താഴെ വരുള്ളൂ, അപ്പുറത്താണ് അങ്ങേയറ്റം വരിക. എന്നാൽ ഇതൊക്കെ ശിർക്കാക്കി ചിത്രീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ 1935 അന്തരിച്ച സയ്യിദ് റഷീദ് റിളയാണ് ഇബാദത്തിന് ഒരു പുതിയ നിർവചനം അവതരിപ്പിച്ചത്. അതെന്താണ് അർത്ഥം വെച്ചാൽ തഅലീമു ശൈഇ അലാ ഇത്തിഖാദി തഅ്സീരിഹിൽ ഗൈബി, ഒരു വസ്തുവിന് അദൃശ്യമായ നിലയിൽ ഇടപെടാൻ കഴിയുമെന്ന നിലയിലുള്ള വന്ദിക്കലാണ്, ബഹുമാനിക്കലാണ് ഇബാദത്ത്. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യമാകാത്ത, മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധം എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കും, കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അതാണ് ഇബാദത്തിൻ്റെ മാനദണ്ഡം. ആ മെമ്പർ എന്തെങ്കിലും മക്കാമിൽ പോയി തങ്ങൾ പാപ്പാൻ്റെ മുമ്പിൽ വെച്ച് നമ്മളൊരു ഫാത്തിഹയും യാസിനൊക്കെ മനസ്സറിഞ്ഞ് അവരെ മുൻനിർത്തി ദുആ ചെയ്താൽ, അള്ളാഹുവേ എൻ്റെ മുമ്പിൽ ഈ കുട്ടി വന്നിരിക്കുന്നത് ഇത്ര പ്രയാസപ്പെട്ട് വന്നിരിക്കുന്നത് വല്ലാതെ കുടുങ്ങിയിട്ട് വലിയ പ്രതീക്ഷ ഉണ്ട്, എന്നെക്കുറിച്ച് ഒരു കുറെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് കാര്യം നടത്തി കൊടുക്കണമെന്ന് അള്ളാഹുവിലേക്ക് മഹാനവർ തവജ്ജുഹ് ചെയ്താൽ കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് ദൃശ്യമല്ലാത്ത വഴിക്കാണ് മഹാനവർ ഇടപെട്ടത്, നമ്മൾ കാണുന്ന വഴിക്കല്ല. അപ്പം അങ്ങനെ ഇടപെടാനുള്ളൊരു കഴിവ് മമ്പറന്തങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഇബാദത്ത് അദ്ദേഹത്തിന് ചെയ്തു എന്ന് അർത്ഥം. അദ്ദേഹം നമ്മുടെ ഇലാഹായി, ദൈവമായി. അപ്പം നമ്മൾ മുശ്രിക്കായി. ഈ ഒരു അടിസ്ഥാനത്തെ തുടർന്നാണ് ഈ തവസ്സുലും തബറുക്കും ഇസ്തിഗാസയും മാലമൗലൂറും അന്ത്രവും നൂലൂർക്കൊക്കെ ശിർക്കായത്. നൂലെങ്ങനെ ശിർക്കായത്? ഒരു തലവേദന നമ്മൾ ചെന്നു ഉസ്താദിൻ്റെ അടുത്ത്, ആ ഉസ്താദ് നൂല് മന്ത്രിച്ച് തന്നു, അത് കെട്ടി അപ്പം തലവേദന നിന്നു, പിന്നെ ആ തലവേദന ഉണ്ടായിട്ടില്ല. നൂല് കുറേ കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞാടി പോയി, പക്ഷേ തലവേദന പിന്നെ ഉണ്ടായിട്ടില്ല. നൂലിൽ മനുഷ്യൻ്റെ തലവേദന മാറ്റാനുള്ള ഒരു അദൃശ്യമായ കഴിവ് അള്ളാഹുവിൽ നൽകിയിട്ടില്ല, ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നു അങ്ങനെ കഴിവില്ല, അങ്ങനെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്താകും? ഇത് ഇബാദത്താകും. ആ നൂലിനങ്ങനെ കഴിവ് നമ്മൾ സങ്കല്പിച്ചു. ഇങ്ങനെ പറയുന്നതൊക്കെ ഈ അദൃശ്യമായ കഴിവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഒന്നാമതായി പറയട്ടെ, ലോക ചരിത്രത്തിൽ അഖ്സാഗായത്തിൽ ഹുദൂഉ വത്തദല്ലുൽ എന്നല്ലാതെ, പരമമായ താഴ്മയും വിനയവും എന്നല്ലാതെ ഇബാദത്തിന് പ്രാമാണികമായ ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലും ഒരു മുഫസ്സിറും അങ്ങനെ വേറെ നിർവചനം നൽകിയിട്ടേയില്ല. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതേ ആശയത്തിൽ വേറെ വാചകങ്ങളുണ്ട്. എന്നാൽ ഈ പുതിയ നിർവചനം കണ്ടെത്തിയ റഷീദ് റിളയാകട്ടെ 1935 മരിച്ചത്. 100 കൊല്ലം തികഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ പറ്റി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ചാരനായിരുന്നുവെന്ന്. ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ നിർവചനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിൻ്റെയോ താബിഈങ്ങളുടെയോ എന്നല്ല 13 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ലോകത്തിന് പണ്ഡിതന്റെ പോലും പിൻബലമില്ല. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഉമർ മൗലവി പറഞ്ഞത്, അവിടെ ജംഇയ്യത്തുൽ പ്രസിഡന്റ് പറഞ്ഞത്, ആളെ നോക്കണ്ട, കോള് നോക്കിയാൽ മതി, അൻളുർ ഇലാ മാ ഖാല ലാ മാ ഖാല എന്നാണ്. നിങ്ങൾ ആ മുമ്പ് പറഞ്ഞല്ലേ നോക്കണ്ട, പറഞ്ഞ കാര്യം നോക്കിയാൽ മതി. കാരണം മുമ്പ് പറഞ്ഞിട്ടില്ല. ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥ ഗാംഭീര്യവും അവിടെ തന്നെയാണ്. ഇനി ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എൻ്റെ പരമമായ താഴ്മ അർപ്പിക്കപ്പെടാൻ അർഹനായി ലോകത്തൊരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു വസ്തുവില്ല. അതിങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം നമുക്ക് സമ്പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ഔജ്വല്യം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണ് അർത്ഥം. പരമമായി എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ, ഒരു ഉപദ്രവം ചെയ്യാൻ പടച്ച റബ്ബിനല്ലാതെ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല, വ്യക്തിക്കും സാധിക്കില്ല എന്ന അത്യുജ്വലമായ ആശയം. ബാങ്ക് വിളിച്ചു, ഹയ്യാല സ്വലാഹ്, നിസ്കാരത്തിനായി വരൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുവേ, മനസ്സാ ഞാൻ റെഡി, പക്ഷെ എനിക്ക് ഡ്രസ്സ് മാറ്റാൻ, പള്ളിയിലേക്ക് നടന്നു വരാൻ, ഒളു ചെയ്യാൻ, നിസ്കരിക്കണമെങ്കിൽ ലാ ഹൗല കഴിവില്ല അല്ലാഹ്, വലാ ഖുവത ശക്തിയില്ല അല്ലാഹ്, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത്യുന്നതനും മഹാനുമായ അല്ലാഹുവേ നീ കഴിവ് തന്നല്ലാതെ. ഈ ഭൗതികമായ കഴിവ് മനുഷ്യനെന്നാ ഇവർ പറയണത്. ഒരു ഭൗതിക കഴിവില്ല. പടച്ച റബ്ബട് കഴിവ് തന്നാലേ ഞാൻ പള്ളിക്ക് വന്ന് നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഉത്തരം കൽപ്പിച്ചാൽ നമ്മൾ കൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ.
വളരെ കറക്റ്റാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പടച്ച റബ്ബിൻ്റെ കൈ ഉയർത്താൻ, ആ ഗ്ലാസ് കയ്യിൽ വെക്കാൻ, അത് ചുണ്ടിലേക്ക് അടുപ്പിക്കാൻ, ഈ ചുണ്ട് കാര്യക്ഷമമാകാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത്യുന്നതനും മഹാനുമായ അല്ലാഹ്, നിനക്ക് മാത്രമാണ് കഴിവ്, എനിക്ക് കഴിവില്ല, നീ തന്ന അനുഗ്രഹമാണിത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പരമമായി താഴ്മ കാണിക്കാൻ അർഹനായ ലോകത്തൊരു ശക്തിയില്ല. അതൊരു ഉജ്ജ്വലമായ ആശയമാണ്. അതാണ് പ്രവാചകന്മാർ മൊത്തം പഠിപ്പിച്ച തൗഹീദ്, അതാണ് ഏകദൈവ വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിൻ്റെ മഹിമ പ്രകടമാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെയാണ്. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഈ വികലമായ ഒരടിസ്ഥാനവും ഒരു പിന്തുണയുമില്ലാത്ത നിർവചനത്തിൽ കെട്ടിപ്പൊക്കിയും ഖുർആൻ വളച്ചൊടിച്ചുമാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ആരോപണം നമ്മുടെ പേരിൽ ഉന്നയിക്കുന്നത്. ഇനി ബിദ്അത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ബിദ്അത്തിന് അടിസ്ഥാനപരമായി ഇവരുന്നയിക്കുന്ന ഒക്കെ ഖുർആൻ ഹദീസിന്റെ ശകലങ്ങൾ എടുത്താൽ ഉദ്ധരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ അതിൽ പെട്ടതല്ലാത്തൊരു കാര്യം ഒരാൾ ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണമെന്നതിൻ്റെ പ്രത്യക്ഷാർത്ഥം. ഇതിലവർ പറയുന്നത്, ഇവരെ നിരവധി പ്രസിദ്ധീകരണം എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് അർത്ഥം വേഗം മനസ്സിലാക്കാൻ സാധിക്കും. മൻ അഹദസ ഫീ അംറിനാ ഹാദാ, നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, ഇവർ വെച്ചർത്ഥം എന്തെങ്കിലും ഒന്നുണ്ടാക്കിയാൽ എന്നാണ്. അള്ളാന്റെ റസൂലിന്റെ ദീൻ അവർ പറഞ്ഞ അക്മൽത്തുലക്കും ദീനക്കും ദീൻ പൂർത്തിയാക്കി, ഇനി പുതിയതൊന്നും പറ്റൂല. മാ ലൈസ മിൻഹു, അതെന്തെങ്കിലും ഒന്നുണ്ടാക്കിയാൽ, അങ്ങനെ അർത്ഥമുണ്ടോ? മാ ലൈസ മിൻഹു എന്നതിന് എന്തെങ്കിലും ഒന്ന് എന്ന അർത്ഥം വെക്കാൻ പറ്റുമോ ഭാഷാപരമായിട്ട്? ഇല്ലല്ലോ. ഇവരത് അർത്ഥം ഫഹുറദ്ദിന് തള്ളപ്പെടേണ്ടതാണ്. ഇവരുടെ നിരവധി പ്രസിദ്ധീകരണം കൊടുത്ത അർത്ഥം അതാണ്. അത് പുതിയതൊന്നും പറ്റൂല, അത് വാശി പിടിക്കും. ഉള്ളതുപോലെ പറ്റും. ഓരോന്നിനും അവർക്ക് നബി തങ്ങൾ അങ്ങനെ ചെയ്തു സ്ഥിരപ്പെട്ട തെളിവ് കാണണം. എന്നാൽ ഇതിന് ഉപോത്ബലമായ ഒരു ഹദീസ് ഉദ്ധരിക്കും, ഇതിങ്ങനെ അർത്ഥം വെക്കും, കൃത്രിമമായ അർത്ഥം വെക്കും. മറ്റൊരു ഹദീസ്, കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും പുതിയതൊക്കെ എന്താണ്? നരകത്തേക്കാണ്. അപ്പോൾ കറക്റ്റായി. ഇതാണ് ഇവരുടെ അടിസ്ഥാന തത്വം. യഥാർത്ഥത്തിൽ ആ മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞത് ശരിയാണോ? അങ്ങനെയാണ് അർത്ഥം. മൻ അഹദസ ഫീ അംരിനാ, നമ്മുടെ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, എന്തെങ്കിലും ഒന്നുണ്ടാക്കിയാൽ എന്നല്ലല്ലോ അർത്ഥം. മാ ഒരു കാര്യമുണ്ടാക്കിയാൽ, എങ്ങനെയുള്ള കാര്യമാണ്? ലൈസ അതല്ല, മിൻഹു ആ ദീൻ കാര്യത്തിൽ പെട്ടതല്ല, അതിനോട് ചേരുന്നതല്ല, അങ്ങനത്തെ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, തള്ളിക്കളന്നല്ലേ നമ്മുടെ ഗ്രാമർ വെച്ച് നമ്മൾ അർത്ഥം പറയും, അർത്ഥമക്കാരിൽ മൗസൂലു സീലി വെച്ചിട്ട്. അപ്പൊ ദീനുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയാൽ, അതിൽ ഉൾപ്പെടുത്താനാകാത്ത കാര്യമുണ്ടാക്കിയാൽ തള്ളിക്കളയണം. അതല്ല ഹദീസിന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത്. വഫീ ഖൗലിഹി ഇശാറത്തുൻ മാ ലൈസ മിൻഹു, നബി തങ്ങൾ ബോധപൂർവ്വം മാ ലൈസ മിൻഹു എന്നത്. അല്ലെങ്കിൽ മൻ അഹദസ ഫീ അംരിനാ അയ്യ ഷൈഇൻ, ഒരു പറഞ്ഞമാതിരി പറഞ്ഞാൽ പോരെ, എന്തുണ്ടാക്കിയാലും അത് തള്ളണം. അങ്ങനെ തള്ളണം തങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങൾ വിശാലമായ കാഴ്ചപ്പാട്, ലോകത്ത് പല പുതിയ സംവിധാനങ്ങളും കാലഘട്ടത്തിനനുസൃതമായി വേണ്ടിവരും. അതൊക്കെ ഈ ബേസിൽ നിന്ന് നിറന്നുകൊണ്ട് ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന വിധത്തിൽ മാ ലൈസ മിൻഹു, അതിനോട് നിരക്കാത്ത കാര്യം ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, തള്ളിക്കളമെന്നാണ് പറഞ്ഞത്. ആ ഫീ മാ ലൈസ മിൻഹു, അതിൽ പെട്ടതല്ലാത്ത കാര്യങ്ങൾ എന്ന വാക്കിൽ നിന്ന് കിട്ടും ഇഷാറ, ഒരു സൂചന കിട്ടും. ഇലാ അന്നഹു യജൂസു, നിശ്ചയം അനുവദനീയമാണ്. ഇഹ്ദാസു അംറിൻ ലാ യുഖാലിഫു കിതാബൻ ഔ സുന്ന, മൗലികമായി ഖുർആനും സുന്നത്തിനും എതിരാകാത്ത ഏത് പുതിയ കാര്യങ്ങളും പിൽക്കാലത്ത് ഉണ്ടാക്കാമെന്ന് ഈ വാക്കിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്. മിഷ്കാത്തിന്റെ വ്യാഖ്യാനമായ മിർക്കാത്തിൽ പോലും ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ കറക്റ്റ് അല്ലത്? അതാണ് അതിന്റെ വസ്തുത. എന്ന പോലെ സ്വഹീഹുൽ ബുഖാരിയിലാണ് ഈ കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു മുഹദസത്തിൻ ബിദ്അ എന്നൊക്കെ പറഞ്ഞ ഹദീസുള്ളത്. ആ ഹദീസിലൊക്കെ ഫത്ഹുൽ ബാരി ഉൾപ്പെടെയുള്ള ഷറഹിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. എല്ലാ ബിദ്അത്തും മുഹദസത്തും പുതിയത് ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ എന്താണ് ബിദ്അത്ത് നട നിർവചിച്ചിട്ടുണ്ട്. അൽ ബിദ്അത്തു എന്ന് പറഞ്ഞാൽ ഇഹ്ദാസു അംറിൻ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാൻ ഫഹാദിഹി ബിദ്അത്തുൽ ളലാൽ. മൗലികമായ ഖുർആനോടോ ഹദീസിനോടോ അല്ലെങ്കിൽ ഇജ്മാഇനോടോ അല്ലെങ്കിൽ അസറിനോടോ എതിരായ വിധം പിൽക്കാലത്തുണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ്, പുതിയ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാ.
എന്നാൽ നല്ല കാര്യം പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടാൽ ഫലൈസ ബിദ്അത്തിൻ, അത് ബിദ്അത്തല്ല, അതിന് സാങ്കേതികമായി ബിദ്അത്ത് തന്നെ പറയാൻ പാടില്ല. അത് നല്ല സംവിധാനം അടിസ്ഥാനമായ ഖുർആനും സുന്നത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഉപോത്ബലകമായ തെളിവുകൾ എന്തെങ്കിലും നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. ഞാനൊരു ഒന്ന് രണ്ട് ചെറിയ സാമ്പിളുകൾ പറയാം, സൂചനകൾ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ് ഹദീസ്, കാന റജുലുൻ മിനൽ അൻസാർ യഉമ്മുഹും ഫി മസ്ജിദ് ഖുബാ. ഖുബാ മസ്ജിദിൽ അവർക്കൊരു ഇമാം, അൻസാരിൽപ്പെട്ട സ്വഹാബി ഇമാം നിന്നിരുന്നു. ആ ഇമാമിന്റെ പ്രത്യേകത, എല്ലാ റക്അത്തിലും കുല്ലമ ഇഫ്തതഹ സൂറത്ത് ഓതാൻ തുടങ്ങുന്ന മുമ്പ് ഇഫ്തതഹ ബി ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ് സൂറത്ത് തുടങ്ങിയിട്ടാണ് സൂറത്ത് ഓതുക. എന്നിട്ട് നമ്മളൊക്കെ മാതിരി ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സൂറത്തല്ല ഓതുക. മൂപ്പർ ആദ്യം ഇഖ്ലാസ് ഓതും, പിന്നെയാണ് സൂറത്ത് ഓതുക. ഇതെല്ലാ റക്അത്തിലും പതിവ്. അപ്പോൾ ആളുകൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം. 2-3 കാരണന്മാർ മൂപ്പരെ കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാ പള്ളിയിലുള്ള മാതിരി പോരെ, ഒരു വലിയ സൂറത്തായാലും കുഴപ്പമില്ല, അങ്ങനെ ഓതുക. ഇത് ഖുൽ ഹുവല്ലാഹു ഓതി പിന്നൊരു സൂറത്ത്, ഇങ്ങനെ ഈ ഒരു പുതിയ രീതി ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചു. മൂപ്പർ പറഞ്ഞു, വല്ലാഹി മാന ബിതാരിക, ഞാൻ അള്ളാഹുവിനെ സത്യം ഒഴിവാക്കൂലായിരുന്നു. ഈ നഹബത്ത് ബാബുക്ക് ബിതാരിക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇമാമായി തുടരാൻ, അല്ലെങ്കിൽ ഇപ്പം തന്നെ രാജ്യം റമദാൻ വരാൻ പോകണം, നമ്മൾ ഒഴിവാക്കി തരാറുണ്ട്. ഭയങ്കരഹിത്തും തറക്തുക്കും ഇയ്യാക്കും, ഒഴിവാക്കി തരാറുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത്. കാരണം വക്കാനു യറവുന അന്നഹു അഫ്ദലുഹും, ഇവർക്കറിയാം സ്വഹാബയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മഹാനാണ് മൂപ്പരിക്കുന്നറിയാം. അവർ മെല്ലെ പോന്ന് നേരെ മദീനത്ത് തൊട്ടപ്പുറത്താണ്, 4-5 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി. നേരെ ഇലാ ഹദറത്തി റസൂലില്ലാഹി, തങ്ങളോട് പരാതി പറഞ്ഞു. തങ്ങൾ മൂപ്പരെ വിളിപ്പിച്ചു. മൂപ്പർ വിളിച്ചു, മാ ഹമലക യാ ഫുലാൻ അലാ ലുസൂമി ഹാദിഹി സൂറ. അല്ല സുഹൃത്തെ, ഈ നാട്ടുകാരൊക്കെ അഭിപ്രായം മാനിക്കാതെ എല്ലാ റക്അത്തിലും അഡീഷണൽ സൂറത്ത് ഓതാൻ എന്തിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പഠിപ്പിക്കാത്തൊരു ആചാരം പുതിയതിനെ കൊണ്ടുവന്ന് ബിദഅത്തല്ലേ എന്ന് തള്ളിക്കളയലാണ്, എന്താ എൻ്റെ പ്രേരകം എന്ന് ചോദിച്ചു. അതേപോലെ ഇനി ഉഹിബ്ബുഹ, തങ്ങൾ എനിക്ക് ആ സുഹൃത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഒരു മഹബത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ആവർത്തിക്കും. കാരണം അത് തൗഹീദിനെ മൊത്തം വിളംബരം ചെയ്യുന്ന സൂറത്താണ്. മാത്രമല്ല അത് സുലുസുൽ ഖുർആനാണ്. ഒരുപാട് മഹത്വം നിങ്ങളെ നാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മഹബത്തോടാണ് ഓതുന്നത്. കാരണം തങ്ങളപ്പം എന്താ കൊടുത്ത മറുപടി എന്നോ, സ്വഹീഹുൽ ബുഖാരി, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനുള്ളത് തന്നെ മഹബത്തിന് സ്വർഗത്തിൽ ആൾറെഡി പ്രവേശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. പുതിയ കാര്യമല്ലേ? അടിസ്ഥാനപരമായ ഖുർആനും ഹദീസും എതിരുണ്ടോ നോക്കണ്ടേ? നബിദിനത്തിൽ അടിസ്ഥാനപരമായി ഇസ്ലാമിനോട് എതിരുണ്ടോ നോക്കേണ്ടത്? കൂട്ടപ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപരമായി ഇസ്ലാമിനോട് എതിരുണ്ടോ നോക്കേണ്ടത്? മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പറയുന്ന പാരായണം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായ ഖുർആനോടോ ഹദീസിനോട് എതിരുണ്ടോ നോക്കുക. ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാം അനുകൂലമാണ്, തെളിവുകളുണ്ട്, ഇപ്പുറത്ത് കണ്ടെത്താൻ സാധിക്കും. എതിരായൊരു സംഭവം നമ്മുടെ ഈ വിദഗ്ധാരോപണത്തിലില്ല. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് തന്നെ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. റിഫാഅത്ത് ബിൻ റാഫി സുറഖി റളിയല്ലാഹു അൻഹു സ്വഹാബി വരും. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, കുന്ന യൗമൻ നുസല്ലി വറാഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നിസ്കരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഫലമ്മാ റഫഅ റഅ്സുഹു മിൻ റകഅ, റുക്കൂയിൽ നിന്ന് തങ്ങൾ തല ഉയർത്തിയപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ തങ്ങൾ പറഞ്ഞപ്പോൾ ഖാല റജുലുൻ മിൻ വറാഇ, ബാക്കിലുള്ള സൊഫുള്ള ഒരാൾ പറഞ്ഞു, റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. മൂപ്പരോട് ചൊല്ലി ഒന്നായിട്ട്. അങ്ങനെ എഴുത്തല്ലോ ദിക്റുണ്ടോ? ആൾക്കാരാകെ ഇങ്ങനെ സംശയിച്ചു നിന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് ദിക്റും ദുആക്കി കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മൻ സറഫ, ലാസ്റ്റ് ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാണ് ഇടയ്ക്ക് ആ സംസാരിച്ച ആൾ ചോദിച്ചു, ആ ദിക്റ് ചൊല്ലിയ ആളാരാ ചോദിച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനെ സംശയിച്ചു. പിന്നെ ചോദിച്ചപ്പോൾ അന യാ റസൂലല്ലാഹ്, ഞാനാണെന്ന് പറഞ്ഞ് ആ സ്വഹാബി വരെ രംഗത്ത് വന്നു. അപ്പം നബി തങ്ങൾ ചീത്ത പറയാനായിരിക്കും ഉറപ്പാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ തങ്ങൾ പറഞ്ഞത്, റഅയ്തു ബിലാത്തൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവൽ. 30-ൽ പരം മലക്കുകൾ രംഗത്ത് വന്നിട്ട് ആരാണിത് ആദ്യം അള്ളാഹിന്റെ അടുത്ത് എഴുതി കൊടുക്കണമെന്ന് മത്സരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. അപ്പം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താതെ ഖുർആനും സുന്നത്തിനോടും യോജിക്കുന്ന വിധത്തിലെ പുതിയ ഏത് മാറ്റങ്ങളും ആകാം. അങ്ങനെയാണ് നമ്മുടെ ഈ ഹദ്ദാദ് റാത്തീബ് ഉദാഹരണം. ഹദ്ദാദ് റാത്തീബിൽ എല്ലാ ദിക്റും ഓക്കെയാണ്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, തിർമിദിയിലുണ്ട്, ഹദീസിലെ ദിക്റുകൾ ഇമാം ഹദ്ദാദ് ക്രോഡീകരിച്ചു. അത് നമ്മളിങ്ങനെ ഒരുമിച്ചല്ല, ഇങ്ങനെ ഒരുമിച്ച് ക്രോഡീകരിച്ച് ഒരാൾ തന്നിട്ടില്ല പറഞ്ഞാൽ ആര് ക്രോഡീകരിച്ചാലും കുഴപ്പമില്ല. സ്വലാത്ത് 100 വട്ടം സ്വലാത്ത് ചെയ്യുന്ന ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ വേറെ വെള്ളിയാഴ്ച ഫളീലത്തുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ 100 സ്വലാത്തെല്ലാം നിശ്ചയിച്ചു ചൊല്ലുക. 100 നബി തങ്ങൾ എണ്ണം നിശ്ചയിച്ചില്ല, എന്നാൽ 101 ആക്കാം അതും നിശ്ചയിച്ചില്ല, എന്നാൽ 99 ആക്കാം അതും നിശ്ചയിച്ചില്ല. പിന്നെ ചൊല്ലേണ്ടത്
ഏതെങ്കിലും ഒരു എണ്ണം നിശ്ചയിച്ചാലേ ചൊല്ലാൻ പറ്റുള്ളൂ. ആ എണ്ണത്തിൽ പ്രത്യേക പുണ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നം വരുന്നത്. റസൂലുള്ളാഹി നിശ്ചയിച്ച എണ്ണത്തിന് പുണ്യമുണ്ട്, ഇല്ലാത്ത എണ്ണത്തിന് പുണ്യമല്ല. ഇപ്പൊ നിസ്കാരത്തിന്റെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33 റസൂലുള്ളാഹി നിശ്ചയിച്ച എണ്ണ, അതിന് പ്രത്യേക പുണ്യമുണ്ട്. അല്ലാത്ത എണ്ണം നമ്മുടെ സൗകര്യത്തിന് നിശ്ചയിക്കുക ഖുർആനും ഹദീസിനും മൗലികമായി എതിരാണോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. ഇതാണ് വസ്തുത. അപ്പൊ അടിസ്ഥാനപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന ഈ ദുരാരോപണങ്ങൾ ശിർക്കാകട്ടെ ബിദ്അത്താകട്ടെ ഒരു നിലയിലും ഇങ്ങനെ നേർക്കുനേരെ ചർച്ച നടത്തിയാൽ നിലനിൽക്കില്ലെന്നതല്ല എന്ന് തീർച്ചയാണ്. പിന്നെ നമ്മൾ ആ സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിൽപ്പെടുത്താൻ ഇവരൊരുപാട് ദുരാരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. സുന്നികൾ ഞങ്ങൾ എന്നോ പറഞ്ഞ കാര്യം പിന്നെ കുറേ കഴിഞ്ഞ് അവരും നടപ്പാക്കും, ഞങ്ങൾ ബാക്കിലാണ് സുന്നികൾ വരാറുള്ളത് എന്ന് പറയും. അതിന് പറഞ്ഞ ഒരു ഉദാഹരണമാണ് അവർ പറയാറുള്ളത്. മദ്രസ പ്രസ്ഥാനം ഞങ്ങളാണ് പരിഷ്കരിച്ച മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. പിന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ് ഇവർ തുടങ്ങി. ഇവരൊക്കെ മദ്രസിനെ എതിർത്ത ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് സമസ്തക്കാർ മദ്രസിനെ എതിർത്തു എന്ന് തെളിവർ പറയും. ഒരു കാലവും മദ്രസിന്റെ അവലിയിലെ മീമ് ജഹന്നമിന്റെ ആഖിറിലെ മീമാ സമസ്തക്കാർ ചൊല്ലും പദ്യ പഴയ കാലത്ത്, മദ്രസല്ലാത്ത കാലത്ത്. ഒരു കാലവും ലാ തജ്അലുൽ ബനീന മദ്രസ ബയ്യിൽ മദ്രസക്ക് പഠിക്കാൻ പോകണം ഒരു കാലത്ത് കുട്ടികളെ അയക്കാൻ പാടില്ല. കാരണം മദ്രസിന്റെ അവല്ല മീമ് മാ എന്നാ തുടങ്ങുന്നത്, അത് ജഹന്നമിന്റെ അവല്ല മീമാ നരകത്തേക്കാ പോവുക എന്ന് നമ്മൾ സമസ്തക്കാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് ഇവരൊക്കെ മദ്രസ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോൾ നമ്മൾ മദ്രസ തുടങ്ങിയതാണ് ദുരാരോപണം. സത്യം പറയട്ടെ, കേരളത്തിൽ വ്യവസ്ഥാപിതമായ മദ്രസ പ്രസ്ഥാനത്തിന് ആദ്യം തുടക്കം കുറിച്ചതാരാണ്? സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. അതിൻ്റെ ബാക്കിൽ ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ ബാക്കിലാണ് മുജാഹിദ് തുടങ്ങിയത്. ഇത് വെറുതെ നമ്മൾ ഒരു പ്രസ്ഥാനം പറയല്ല. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ച് ഈ മലപ്പുറത്തെ കോട്ടക്കൽ പുതുപ്പറമ്പിൽ ബയാനുൽ ഇസ്ലാം എന്ന ഒന്നാമത്തെ മദ്രസക്ക് നമ്പർ ഇട്ട് കൊടുത്തത് ഏത് വർഷമാണ്? 1951. 1951 ഉറപ്പ്. ചരിത്രപരമായ വസ്തു നിങ്ങൾക്ക് എവിടെ പരിശോധിച്ചാലും കിട്ടും. വിദ്യാഭ്യാസ ബോർഡ് സംവിധാനം കറക്റ്റും കൃത്യമാണല്ലോ, അതിൻ്റെ എല്ലാം വ്യവസ്ഥാപിതമാണ്, ചേളാരി ആസ്ഥാനമായി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി വ്യവസ്ഥാപിതമായ മദ്രസയ്ക്ക് തുടക്കം കുറിച്ചത് 1952. നമ്മളിങ്ങനെ കണ്ടപ്പോൾ തിരക്കില്ലാന്ന് തോന്നിയപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവരും തട്ടിക്കൂട്ടി ഒരു മദ്രസ. ഇത് ഞാൻ പറയുന്നത് പ്രബോധനം സ്പെഷ്യൽ പതിപ്പാണിത്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു സ്പെഷ്യൽ പതിപ്പാണ്. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം, നവോത്ഥാനം ഉണ്ടാക്കിയത് അവരാൻ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിൻ്റെ പേജ് നമ്പർ 148 ഈ കാര്യം വളരെ കൃത്യമായി സത്യസന്ധമായി വരികൾക്കിടയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്. പൊതുവെ അവർ പറയാറില്ല എപ്പോഴാണ് മദ്രസ പ്രസ്ഥാനം അവർ തുടങ്ങിയത്. പക്ഷേ ഇത് നവോത്ഥാന ചരിത്രം എല്ലാം പറയുമ്പോൾ കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ലെന്നും എല്ലാം ചേർത്ത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗലൂർ സബ് ഹെഡിങ്ങിൽ 1952 ചേന്നമംഗലൂർ സ്ഥാപിതമായ അൽ മദ്രസത്തുൽ ഇസ്ലാമിയാണ് കേരളത്തിൽ ഇസ്ലാമിക പ്രവർത്തകർ ആദ്യമായി സ്ഥാപിച്ച മദ്രസ. ഇസ്ലാമിക പ്രവർത്തകരാണ് ജമാഅത്തുകാർക്ക് അങ്ങനെയല്ലോ, ഞങ്ങൾ ജമാഅത്തിൽ എന്നല്ല പറയില്ല, ഇസ്ലാമിക പ്രവർത്തകർ ആദ്യമായി ഇസ്ലാമിക പ്രവർത്തനം സ്ഥാപിച്ച മദ്രസ 1952. നാം മുജാഹിദ് പ്രസ്ഥാനം എന്ന് തുടങ്ങിയത് വർഷങ്ങൾ 1955. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുസ്തകമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന അബ്ദുറഹ്മാൻ ഇരുവറ്റിയുടെ പുസ്തകം KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 112 അവർ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഈ മദ്രസ പ്രസ്ഥാനം എന്ന ചർച്ച. മദ്രസ പഠന രംഗത്ത് ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് 55 ഒക്ടോബർ 5 ചേർന്ന നെതുവത്തിൻ്റെ സംസ്ഥാന ആലോചനാ യോഗം ചർച്ച ചെയ്തു. ഈ പ്രശ്നത്തിൽ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു 10 അംഗ സമിതിയെ നിയോഗിച്ചു. തുടർന്ന് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി സബ് കമ്മിറ്റി അംഗങ്ങളും ആലോചനാ സഭ അംഗങ്ങളും ആദർശപ്രകാരം നടത്തുന്ന പ്രതിനിധികളും 1956 മാർച്ച് 31 യോഗം ചേർന്നു. ആ സംയുക്ത കൺവെൻഷനാണ് നെതുവത്തുൽ മുജാഹിദിന് കീഴിൽ ഒരു വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്. അപ്പം 55 ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. ശരിക്കും KNMന്റെ കീഴിൽ ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് 1956 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആധികാരിക രേഖയിൽ പുസ്തകത്തിൽ പറയുന്നു. അപ്പം നമ്മുടെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമൊക്കെ ബാലിശ. പിന്നെ അവർ നമ്മളെ കുറിച്ച് പറയും
ഞങ്ങൾ ഏത് പരിപാടി അവർ നടത്തിയാലും സജീവമാണ്, ആളുകൾ ആക്റ്റീവായിരിക്കും. നമ്മൾ പരിപാടിയെക്കുറിച്ച് ആൾക്കാർ വരില്ല, നമ്മൾ വളരെ മോശക്കാരാണ്, നമ്മൾ പെണ്ണുങ്ങൾ തലമറക്കൂല, അവരെ പെണ്ണുങ്ങൾക്ക് കറക്റ്റാണ് വസ്ത്രം ധരിക്കും, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് കുറേ ചിട്ടകൾ അവർ പറയാം. സക്കാത്ത് മര്യാദ കൊടുക്കും, നമ്മൾ സക്കാത്ത് കൊടുക്കൂല, നമ്മൾ കള്ളു കൊടുക്കും, വ്യഭിചരിക്കും, അവരെ ആൾക്കാരൊക്കെ വളരെ വിശുദ്ധരാന്നിങ്ങനെ പറയും. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ മോശമാണ് തെളിവ് അവതരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയാൽ പറയാറുണ്ട്, നമ്മൾ സത്യത്തിൻ്റെ ആളുകളാണെന്നുള്ള തെളിവാണ് അത് സത്യത്തിൽ. യഥാർത്ഥത്തിൽ നമ്മളിവിടെ കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് വെച്ചാൽ ഓരോ മഹലിലും ഒരു 2-4 മുജാഹിദ് ഉണ്ടാകുക ശരാശരി. ഈ 2-4 മുജാഹിദ് അല്ലെങ്കിൽ 2-4 ജമാഅത്തുകാരുണ്ടായത് എങ്ങനെ വെച്ചാൽ, മുജാഹിദിൻ്റെ ആൾ ഗൾഫിൽ പോയിട്ട് എന്തൊക്കെ കുറേ ആരൊക്കെ ക്ലാസ്സും കാര്യവും കേട്ട് പഴച്ചു കണ്ട് വന്നതാണ്. പിന്നെ ആ മുജാഹിദ് അനുസരിച്ച് സജീവമായി ജീവിക്കും. ആ മുജാഹിദിൻ്റെ പള്ളിക്ക് പോകും ജമാഅത്തിന്, മുജാഹിദ് പറഞ്ഞനുസരിച്ച് സക്കാത്ത് കൊടുക്കും, ഒക്കെ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ചെയ്യും. ഫസ്റ്റ് കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ മുജാഹിദ് നമ്മളെക്കാളും മോശമാവും. ഇപ്പോൾ ഇടവണ്ണയിലൊക്കെ മുജാഹിദ് നോക്കിയാൽ നമ്മളെക്കാളും മഹാ കഷ്ട. കാരണം ആ തുടക്കക്കാരാണ് നല്ല ആൾക്കാരെന്ന് പറയുന്നത്. ജമാഅത്തുകാർ പറഞ്ഞാലോ അവരും അങ്ങനെ തന്നെ. ആദ്യം കുഴപ്പമൊന്നുമില്ലാണ് ക്ലാസ്സിന് ചെല്ലും, വിളിക്കും, വിവാദമൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ പതുക്കെ ജമാഅത്ത് വൽക്കരിച്ച് അങ്ങനെ ജമാഅത്തായി 1-2 ആൾക്കാരാണ്. അവർ ആ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ചട്ടപ്രകാരം ജീവിച്ചു പോകും. തബ്ലീഗ് ജമാഅത്തും അങ്ങനെ തന്നെ. നാട്ടിൽ ഒരു ദിവസം വന്നു, തബ്ലീഗ് ജമാഅത്തിൻ്റെ ക്ലാസ്സൊക്കെ പള്ളിയിൽ വെച്ചു, പള്ളിയിൽ സമ്മതിക്കൂലൊക്കെ പറയുമ്പോൾ റോട്ടിൽ ഇറങ്ങിയാണ്ട് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി പുറത്ത് ക്ലാസ്സൊക്കെ കൊടുത്ത് പതുക്കെ കേട്ടപ്പോൾ നല്ല ക്ലാസ്സാണ്, ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബാംഗ്ലൂർക്ക് ജമാഅത്ത് പോകുന്നിട്ട് കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ തിരക്കുള്ള തോന്നി, ബാംഗ്ലൂർ കാണും ചെയ്യാം, ഇവർ കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരുള്ളപ്പോൾ ഒപ്പം പോയി. ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഒരു സംശയം, വീട്ടിൽ ചിലവിലാരാ കൊടുക്കുക, പറഞ്ഞു ജമാഅത്ത് കഴിഞ്ഞ് വന്നാൽ ചിലവ് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പം പോയി ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുഴപ്പം പ്രത്യക്ഷത്തിൽ കാണാത്ത നല്ലൊരു ടീമാണ്. ഇവരൊപ്പം കൂടി ഇവർ തബ്ലീഗായി. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ തബ്ലീഗും മുജാഹിദും ജമാഅത്തും അങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങളും മറ്റും മറിച്ചൊക്കെ ഉണ്ടാകാം. അവരതനുസരിച്ച് പ്രവർത്തിക്കും, വളരെ ആക്റ്റീവായിരിക്കും. എന്നാൽ സുന്നിനെ കഴിച്ച് ബാക്കി മൊത്തം സുന്നിയായിട്ട് ആൾക്കാർ കണക്കൂടുണ്ട്. ആളുകളൊക്കെ സുന്നി പറഞ്ഞാൽ കഴിച്ചു ബാക്കി. മദ്യപാനികൾ സുന്നികൾ, വ്യഭിചാരികൾ സുന്നികൾ, കള്ളുടി ഷീട്ട് കളിക്കാർ സുന്നികൾ, പലിശ വാങ്ങുന്നവർ സുന്നികൾ, കള്ളക്കടത്തുകാർ സുന്നികൾ, എല്ലാം മകനെ ഉമ്മാനെ വെട്ടിക്കൊന്ന ആൾ സുന്നി, ഒക്കെ സുന്നിയായിരിക്കും. കാരണം കഴിച്ചു ബാക്കി. ഈ കഴിച്ചു ബാക്കി സുന്നി പറയുമ്പോൾ സുന്നി മോശമായി തോന്നുകയാണ്. യഥാർത്ഥം നിങ്ങൾ ചിന്തിച്ച് നോക്കി, സുന്നിയിലുള്ള സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ഒരു മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ അവൻ നമ്പർ 1 ആയിരിക്കും. മുജാഹിദ് വളരെ ബേക്കറായിരിക്കും, ജമാഅത്ത് വളരെ ബേക്കറായിരിക്കും. അവരെ മുഖത്ത് നോക്കുമ്പോൾ ഈമാൻ്റെ ഒരു പ്രകാശം ഇങ്ങനെ കാണും. സത്യമല്ലേ? അവർ ദുആക്ക് ഹിജാബത്തുണ്ടാവും, അവർ മന്ത്രിച്ച ഫലം ഉണ്ടാവും. അവർക്ക് വളരെ ഫലപ്രദമായ ആളുകൾ. അവർ കൃത്യമായി റാത്തീബും ഹദ്ദാദും കുതുബിയത്തും ഈ ദിക്റും വിറുത്തൊക്കെ ചൊല്ലി അങ്ങനെ പള്ളിയിൽ പോയിരുന്ന കാരണന്മാരും മൊല്ലാക്കന്മാരും അതുപോലുള്ള ഈ സാധുക്കളായ ചെറുപ്പക്കാരൊക്കെ നല്ല മനുഷ്യന്മാർ, അധീനം ജീവിക്കുന്നവർ. അപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുന്നത് കഴിച്ചു ബാക്കി മൊത്തമാണ് സുന്നിയൻസ് ജീവിക്കാത്ത പോലും സുന്നികളെ ഗണത്തിൽ എണ്ണുന്നത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ പരിപാടിക്ക് എവിടെ വിളിച്ചാലും ആൾക്കാർ വരുന്നില്ല. അവരെ പരിപാടിക്ക് സജീവമായി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പൊതുവെ ഒരു പ്രചരണമുണ്ട്. കുറേ ആൾക്കാർ ശരിയുണ്ട്, നമ്മളാൾക്കാർ മടിയന്മാരാണ്. അത് മടിയന്മാരാകുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു പ്രധാന പ്രശ്നം ഇതാണ്. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പരിപാടികൾ പോവുകയാണെങ്കിൽ പിശാച് എന്ത് ചെയ്യും, അല്ലത് യുവസ്വിസ് ഫീ സുദൂരിന്നാസ്, നമ്മളെ പരിപാടി വിജയിപ്പിക്കാൻ പാടില്ലല്ലോ. മനസ്സിലിങ്ങനെ മന്ത്രിക്കും, പോകണ്ട എനിക്കിന്ന് കല്യാണത്തിന് പോകാല്ലേ, ഇപ്പം തന്നെ പോയാൽ വൈകും, അപ്പോൾ ഇത് തൽക്കാലം അങ്ങോട്ട് പോയി, ഇങ്ങനെ പഴപ്പിക്കും നമ്മളെ പിശാച്ച്. മറ്റോലെ പരിപാടി വെച്ചാൽ ആ മഹലിലത്തെ ആൾക്കാരിൽ അപ്പുറത്തെ മഹലോടെ നമ്മൾ വിജയിപ്പിക്കൽ ആവശ്യമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയാണ്, അപ്പുറത്തെ ആൾക്കാരും വരും. കാരണം വെച്ചാൽ പിശാച്ച് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. കാരണം അത് വിജയിപ്പിക്കൽ പിശാച്ചിൻ്റെ ലക്ഷ്യമാണ്. കാരണം അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദഅത്താണ് മിനൽ ഫിസ്ഖി. ഒരു മനുഷ്യൻ തമ്മാടിയാകുന്നതിനേക്കാൾ ഇഷ്ടം ബിദഅത്താണ്. കാരണം ബിദഅത്തിൽ ചെന്നാൽ ലാ യുതാബു മിൻഹ, ഒരിക്കലും തിരിച്ചു വരൂല. ഫിസ്ഖിലകപ്പെട്ടാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് മഹാനായ ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വസ്തുത. നമ്മൾ ഒരു കുഴപ്പമില്ല, കറക്റ്റാണ്. പ്രത്യേകിച്ചും ഇവിടെ തങ്ങൾ ഉസ്താദും എം.ടി. ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു തുടർച്ചയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പരിശുദ്ധമായ ആദർശം ഒരു കളങ്കവുമില്ലാതെ, ഒന്നും കൂട്ടിച്ചേർക്കാതെ, ഒന്നും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ അതിൻ്റെ ഒറിജിനാലിറ്റിയോട് കാത്തു സൂക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാദർശ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആദർശത്തെ വിഷയത്തിൽ മാത്രം കോംപ്രമൈസ് വേണമെന്ന് പറയരുത് എന്നാണ് പറഞ്ഞത്. എം.ടി. ഉസ്താദ് പറഞ്ഞു, ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളതൊക്കെ സഹകരിച്ചു പോകാം, പരമാവധി കൂടെ പിടിച്ചു പോകണം. അതേസമയം അഖീദന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, കോംപ്രമൈസ് ഇല്ല. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്ത് തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞ് ബിദ്അത്തുമായി കൂട്ടുചേർന്ന് ഒരു സങ്കര സംസ്കാരം ഉണ്ടാക്കാൻ ആരും
മുന്നിൽ വന്നാലും ശരി ചെറുത്തുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തകന്മാർ ധീരമായി മുന്നോട്ട് പോകും. ഈ മുൻ തലമുറ ഈ ആദർശം നമുക്ക് എങ്ങനെ കൈമാറുന്നോ അതേപടി ഒരു കളങ്കവുമില്ലാതെ അടുത്ത തലമുറക്കും ഈ ആദർശ കൈമാറ്റം നടത്താൻ ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ആലിമീങ്ങൾക്കും നേതാക്കന്മാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മൺമറഞ്ഞു പോയ മാതാപിതാക്കളും ഗുരുവര്യന്മാരും നേതാക്കന്മാരും ഉലമാക്കളും സാദാത്തുക്കളും ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.